2024 ജനുവരി 4-ാം ആഴ്ചയിലെ പ്രധാന സംഭവങ്ങൾ ഒറ്റനോട്ടത്തിൽ. ഈ അടുത്ത കാലത്തായി പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ് മുണ്ടിനീര്. മുണ്ടിനീര് വൈറസ് പരത്തുന്ന ഒരു രോഗമാണ്. രോഗം ബാധിക്കുന്നത് പരോട്ടിക് ഗ്രന്ഥിയെയാണ്. മുണ്ടിനീരിനുള്ള പ്രതിരോധ വാക്സിൻ MMR ആണ്. ജനുവരി 22-ന് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടന്നു. അയോധ്യ സരയൂ നദിയുടെ തീരത്താണ്. മൈസൂരിലെ പ്രമുഖ ശില്പിയായ അരുൺ യോഗിരാജാണ് രാമവിഗ്രഹം രൂപകൽപ്പന ചെയ്തത്. തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് S. സിരിജഗൻ കമ്മിറ്റി. വൈദ്യുതി ബിൽ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വീടുകളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് പ്രധാൻ മന്ത്രി സൂര്യോദയ യോജന പദ്ധതി. സൈബർ സുരക്ഷയ്ക്കായി കർണാടകം വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് ബ്രൗസ് സേഫ് ആപ്ലിക്കേഷൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന കർപ്പൂരി ഠാക്കൂറിന് ലഭിച്ചു. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവും പിന്നോക്ക സംവരണത്തിൻ്റെ ആദ്യ പ്രയോക്താവുമായ ഇദ്ദേഹത്തിന് 100-ാം ജന്മവർഷത്തിൽ മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്ന ലഭിക്കുന്നത്. സർക്കാർ ഉദ്യോഗത്തിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് 26% സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള മുംഗേരിലാൽ കമ്മീഷൻ ശുപാർശ നടപ്പാക്കിയത് ഇദ്ദേഹമാണ്. ഇതുമൂലമാണ് ജാതി സംവരണം വഴി സാമൂഹിക പരിഷ്കരണത്തിനുള്ള വഴി തുറന്നത്. 2024 ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനമാണ് കേരളം. ഹെവി ഷുഗർ. ഹെപ്പറ്റൈറ്റിസ് A രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവി ഷുഗർ. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് വാക്സിൻ വികസിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ബാംഗ്ലൂരിലെ അപ്പോളോ ക്യാൻസർ സെന്ററിലാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര. ഇന്റർനാഷണൽ ഡേറ്റ കോർപ്പറേഷന്റെ കണക്കുപ്രകാരം ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഉൽപ്പാദകർ ആപ്പിൾ ആണ്. ദക്ഷിണ കൊറിയൻ കമ്പനിയായ സാംസങ്ങിനെയാണ് പിന്നിലാക്കിയത്. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന ആരോഗ്യ പദ്ധതിയാണ് ഏകാരോഗ്യ പദ്ധതി. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി യുഗാണ്ടയിലെ കമ്പാലയാണ്. രാജ്യാന്തര ശാക്തിക ചേരികളിലൊന്നും ഉൾപ്പെടുന്നില്ല എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണിത്. 100-ലേറെ അംഗരാജ്യങ്ങളുണ്ട്. ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സാർവദേശീയ പ്രസ്ഥാനമാണിത്. IPL മാതൃകയിൽ മത്സരം നടത്തുന്നതിലൂടെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തി ടൂറിസം ഭൂപടത്തിൽ ഇടം നേടാൻ തമിഴ്നാട് ലക്ഷ്യമിടുന്ന പരമ്പരാഗത കായിക വിനോദമാണ് ജല്ലിക്കെട്ട്. ടെന്നീസിൽ പ്രായമേറിയ 1-ാം റാങ്കുകാരനായി ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ. ഇദ്ദേഹത്തിന് 43 വയസ്സാണ്. തുമ്പ VSSക്ക് സമീപം സ്പേസിന്റെ നേതൃത്വത്തിൽ എയ്റോസ്പേസ് കൺട്രോൾ സിസ്റ്റംസ് സെന്റർ എന്ന പേരിൽ ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബ്ബ് നിലവിൽ വരുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെന്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പാക്കുന്നതാണ് ജടായു പദ്ധതി. 2024 പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പത്മവിഭൂഷൺ ലഭിച്ചവർ: നടിയും നർത്തകിയും MP-യുമായ വൈജയന്തിമാല, നടൻ ചിരഞ്ജീവി, നർത്തകി പത്മ സുബ്രഹ്മണ്യം, മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, സാമൂഹ്യ പ്രവർത്തകനായ ബിന്ദേശ്വർ പഥക്. പത്മഭൂഷൺ ലഭിച്ചവർ: ജസ്റ്റിസ് ഫാത്തിമ ബീവി, O. രാജഗോപാൽ, ഉഷ ഉതുപ്പ്,
മിഥുൻ ചക്രവർത്തി, വിജയ്കാന്ത് തുടങ്ങി 17 പേർക്ക് ഈ വർഷത്തെ പത്മഭൂഷൺ ലഭിച്ചു. ഈ വർഷത്തെ പത്മശ്രീ 110 പേർക്ക് ലഭിച്ചു. ഇതിൽ 6 പേർ മലയാളികളാണ്. ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, E.P. നാരായൺ, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ ബളേരി എന്നിവരാണ് മലയാളികൾ. 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണം ലഭിച്ച മലയാളിയാണ് രാജപ്പൻ. ഭിന്നശേഷിക്കാരനായ ഇദ്ദേഹം വേമ്പനാട്ടുകായലിൽ ഉപേക്ഷിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ തൻ്റെ ചെറുവള്ളം തുഴഞ്ഞ് പെറുക്കി മാറ്റി കായൽ ശുചീകരണം തൻ്റെ ദൗത്യമായും ജീവിത മാർഗവുമായും സ്വീകരിച്ച വ്യക്തിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനായ പാർബതി ബറുവയ്ക്ക് പത്മശ്രീ ലഭിച്ചു. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ. ജനുവരി 26 ഇന്ത്യ 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് ജനുവരി 26. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മക്രോൺ ആണ്. 1950 ജനുവരി 26 ആദ്യ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുകാർണോ ആയിരുന്നു മുഖ്യ അതിഥി.